അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജലീലാസ് വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫിഷ് മസാലയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിനുമുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് വേഗം പോകാം. ആദ്യം ഫിഷ് മസാലയിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്യുക. ഈ മിശ്രിതത്തിലേക്ക് നമുക്കിനി ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 6 പിരിയൻ മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് ഇടുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ആ വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് ഒരു 4 5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ആ ഗ്രൈൻഡ് ചെയ്തതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ അരച്ചെടുക്കുന്ന ഈ പേസ്റ്റ് നമ്മുടെ ഫിഷിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഞാനൊരു മീഡിയം സൈസിലുള്ള 3 ഫിഷാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെക്കുന്ന പേസ്റ്റ് ഇതിന് ധാരാളമാവും. ഈ മസാലയിൽ ഏകദേശം 1 ടേബിൾ സ്പൂണോളം എന്തായാലും നമുക്ക് ബാക്കി ഉണ്ടാവും. അത് നമുക്ക് പിന്നീട് വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഫിഷിൽ. എന്നിട്ട് ഒരു 10 മിനിറ്റ് അത് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫിഷ് ഇട്ട് ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട, കാരണം നമ്മളിനി വീണ്ടും ഇത് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വശവും ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ട് വരാം. തനി നാടൻ സ്റ്റൈലിലാണ് കേട്ടോ നമ്മൾ ഫിഷ് മസാല തയ്യാറാക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുക്കുക. എന്നിട്ട് വാട്ടിയ ഒരു വാഴയില അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ചിരുന്ന ഫിഷ് എല്ലാം നമുക്കിതിലേക്കൊന്ന് പൊടിഞ്ഞു പോകാതെ നിരത്തി വെച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഫിഷ് മസാല ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് 2 മീഡിയം സൈസ് അനിയൻ ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് നന്നായിട്ട് മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്ത് വെച്ച് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഫിഷിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് 4-5 അല്ലി വെളുത്തുള്ളി, അത് നന്നായിട്ട് വാഷ് ചെയ്ത് തൊലിയോട് കൂടിയിട്ട് ചതച്ചതാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നല്ല പഴുത്ത ടൊമാറ്റോ, അതും നല്ല സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അനിയനും ടൊമാറ്റോയൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി. ഇനി അത് നമുക്ക് ഫിഷിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ മസാല പേസ്റ്റ് ഉണ്ടാക്കിയ ഗ്രൈൻഡറിൽ ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വാഴയില കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ വശത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വാഴയില കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇത് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വാഴയിലയുടെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിൽ ലോക്ക് ചെയ്ത് കിട്ടും. ഇനി ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് വാഴയില കരിയുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ഫിഷ് മസാല നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ചോറിനായാലും ചപ്പാത്തിക്കായാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണും വരേക്കും മാസ്സലാമ.